ഓം ശാന്തി. ഒരു ദിവസത്തിൻ്റെ പ്രഭാതം നമ്മൾ എങ്ങനെ ആരംഭിക്കുന്നോ അത് ആ ദിവസത്തിൻ്റെ മുഴുവൻ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. പലപ്പോഴും പറയാറുണ്ടല്ലോ, വെൽ ബിഗൻ ഹാഫ് ഡൺ. നന്നായി തുടങ്ങിയാൽ തന്നെ പകുതി കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. ഒരു ദിവസം ആരംഭിക്കുന്നതും ഗുഡ് മോർണിംഗ് ഗുഡ് ആയിക്കൊണ്ട് തുടങ്ങാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഭാവം തീർച്ചയായിട്ടും അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അതിന് നമുക്ക് സപ്പോർട്ടാവുകയും ചെയ്യും. അതേസമയം നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന ചില സ്വഭാവങ്ങൾ അത് നമ്മുടെ ദിവസത്തിൻ്റെ മുഴുവൻ സമയത്ത് നശിപ്പിക്കാൻ ഉതകുന്ന ഘടകങ്ങളും ഉണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാതത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഘടകങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പ്രഭാതത്തിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആൾ ചോദിക്കും, എന്ത് അന്ന് ചെയ്യേണ്ട കാര്യം രാവിലെ നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പ്ലാൻ ചെയ്യുക? തീർച്ചയായിട്ടും ആ രാവിലെ നേരത്തെ നിങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതിൻ്റെ പ്രഷർ ഉണ്ടോ, അല്ലെങ്കിൽ ലോഡുണ്ടോ, ടെൻഷൻ ഉണ്ടോ, ഇതൊക്കെ ആ സമയത്ത് മെമ്മറിയിലൂടെ നമ്മളുള്ള ആക്ടിവേറ്റ് ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രഷറിനെയൊക്കെ അങ്ങ് മാറ്റി നിർത്താൻ വേണ്ടി തലേദിവസം രാത്രി ഉറങ്ങും മുന്നുള്ള സമയത്ത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. നാളെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യേണ്ടതാവാം, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ നമ്മൾ പറയേണ്ട കാര്യങ്ങളാവാം. ഞാൻ മെഡിറ്റേഷനിൽ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ്റെ എൻഡിൽ അന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ആർക്കെങ്കിലും വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, നമുക്ക് ഒരാളെ മീറ്റ് ചെയ്തൊരു കാര്യം നമുക്ക് നടത്തിയെടുക്കേണ്ടതുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അന്ന് ആ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് ശേഷം നേരിട്ട് ഭഗവാനുമായിട്ടുള്ള ആ സംസാരത്തിൻ്റെ ഉള്ളിൽ, ബാബ ഇങ്ങനെ ഈ സമയത്ത് നീ കാര്യം ഞാൻ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, ഇന്നതൊക്കെ ആയിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ എന്നൊക്കെ ഓറലി ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ആ കാര്യങ്ങളുടെ പ്രഷർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിനുള്ളിൽ വന്നു പോകും. അതുകൊണ്ട് ഒരിക്കലും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കരുത്. ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ്, ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് തലേദിവസം രാത്രി നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ബുദ്ധിമാന്മാർ നാളത്തെ കാര്യത്തെ ഇന്ന് ചെയ്യുന്നു എന്ന് പറയും. ഞാൻ പറയാം, ഏറ്റവും വലിയ ബുദ്ധിമതയാണ് കാണിക്കുന്നത് നാളെ ചെയ്യേണ്ട കാര്യത്തെ ഇന്ന് രാത്രി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെന്തെങ്കിലും ബ്ലോക്കുകൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ പോലും ഇൻറ്റ്യൂഷൻ പലപ്പോഴും പ്രവർത്തിക്കുകയും രാത്രി പ്ലാൻ ചെയ്ത് കിടക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണേണ്ടതുണ്ടെങ്കിൽ പ്രഭാതത്തിൽ ഉണരുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യും. അത് ഓട്ടോമാറ്റിക് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനുവേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ ലിസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നാമത് ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇല്ലാതാവും. രണ്ടാമത് രാവിലെ തന്നെ മനസ്സ് അന്നത്തെ മുഴുവൻ വർക്കിൻ്റെയും ലോഡ് പ്രഷറായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. അവിടെ നമ്മുടെ മനസ്സിൻ്റെ ശാന്തമായ പ്രവർത്തനങ്ങൾക്കൊരു ബ്ലോക്കായിട്ട് മാറും. അത് തന്നെ അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ നേരത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കരുത്. രണ്ടാമത്തെ കാര്യം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നെഗറ്റീവായി സംസാരിക്കുന്ന ആളുകളുടെ സംഘം വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെന്ന് വിചാരിച്ചോളൂ, നിങ്ങളുടെ ഏതെങ്കിലും ഒരാൾ രാവിലെ കണ്ടു ഒന്നൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് മുഴുവൻ നെഗറ്റീവ് ആവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ രക്ഷപ്പെട്ടോളാം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്നുവെച്ചാൽ അവിടെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞ ശേഷം തിരക്ക് പിടിച്ച് എന്തെങ്കിലും കാര്യത്തിന് പോകണം, എന്തെങ്കിലും വിളിച്ച് പറയാൻ നിന്ന ആ കാര്യം ഏറ്റവും ഷോർട്ടാക്കി ആൻസർ കൊടുക്കുക, അവിടെ നിന്ന് രക്ഷപ്പെട്ടോളുക. കാരണം രാവിലെ നേരത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കയറിപ്പോയാൽ തീർച്ചയായിട്ടും അത് അവിടെ കിടന്ന് ചേൺ ചെയ്യും, ചവയ്ക്കും, പലവട്ടം ആവർത്തിച്ച് ദ സെയിം നെഗറ്റീവ് എനർജി നമ്മളെ മനസ്സിനുള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് അതിൻ്റെ നെഗറ്റിവിറ്റീനെ അതിങ്ങനെ ഫോളോ ചെയ്ത് കൂടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് രാവിലെ തന്നെ നെഗറ്റീവ് ക്യാരക്ടറുള്ള ആളുകൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവരിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ വേണ്ടി എന്താ യുക്തി വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ. കാരണം ഒരു ദിവസം മുഴുവൻ കേടാക്കണേക്കാൾ നല്ലതല്ലേ കുറച്ച് സമയം ഒന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അവരൊന്ന് ഓടിപ്പോവാൻ നോക്കുക. മൂന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേറ്റിട്ട് ബെഡ് കോഫി. കുറേ ആളുകൾക്കുണ്ട് രാവിലെ എഴുന്നേറ്റ് ബെഡിലിരുന്ന് തന്നെ കോഫി കഴിക്കുക, ബെഡിലിരുന്ന് തന്നെ കഴിക്കുക. എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ രാവിലെ നേരത്തെ കാലി വയറിൽ ചായയും കാപ്പിയും കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ജ്യൂസ്, ഒന്നുകിൽ നെല്ലിക്ക ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ്, കക്കിരി ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊരക്ക ജ്യൂസോ നല്ലതായിട്ടുള്ള ഒന്ന് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച്, അല്ലെങ്കിൽ ലെമൺ വിത്ത് ഹണിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് നല്ല ഡ്രിങ്ക് രാവിലെ എടുക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ക്ലീനിങ് സിസ്റ്റത്തിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ചായയും കാപ്പിയും രാവിലെ എഴുന്നേറ്റ് കുടിക്കുക എന്നുള്ളത്. ചിലർക്ക് ചായ കുടിച്ചിട്ട് തലവേദന വരുന്നവരൊക്കെ ഉണ്ടാവും. കുടിച്ചോളൂ, ഞാൻ കുടിക്കണ്ടെന്നൊന്നും പറയുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിച്ചോ.
പക്ഷേ കാലി വൈകിട്ട് ചായയും കാപ്പിയും കഴിക്കുമ്പോൾ അസിഡിറ്റിയുടെ രോഗം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല അത് കഴിച്ചു കഴിയുമ്പോൾ പലർക്കും ഭയങ്കരമായിട്ട് അസ്വസ്ഥത അനുഭവപ്പെടും, മനസ്സിലാവില്ല, വയറ്റിൽ കട്ടി വരുന്ന പോലെ തോന്നും, ക്ഷീണം തോന്നും. നിങ്ങളുടെ എനർജീനെ ഇല്ലാതാക്കുന്ന ഘടകമാണ്. തൽക്കാലം കുടിച്ച ഉടനെ നമുക്ക് തോന്നിപ്പോൾ ഫ്രഷായി എന്ന്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഡബിൾ ആയിട്ട് എനർജി ഇല്ലാതാക്കി കളയുകയും ചെയ്യും. അതുകൊണ്ട് പ്രഭാതത്തിൽ കാലി വയറ്റിൽ ചായയും കാപ്പിയും കുടിക്കുന്ന ശീലത്തിനെ ഒഴിവാക്കിയേക്കുക. പിന്നെ 4ാമത്തെ കാര്യം, രാവിലെ ഉടനെ തന്നെ വാട്സപ്പ് എടുത്ത് ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെയാണ് മെസ്സേജ് വന്ന് എന്തൊക്കെയാണ് നോക്കുക, ഇന്ന് ഏതൊക്കെ പ്രോഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലേ നോക്കുക. ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ രാവിലെ തന്നെ നിങ്ങൾ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ലെസൺ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒത്തിരി വീഡിയോസ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മെഡിറ്റേഷനെ കുറിച്ച്, നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഡെയിലി അന്ന് അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എനർജി നിറയ്ക്കുന്ന എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഊർജ്ജം നിറയ്ക്കുന്ന എന്തൊരു കാര്യത്തിനെ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചോളൂ. പക്ഷെ ആ സമയത്ത് വാട്സപ്പിൽ എന്തൊക്കെ മെസ്സേജ് വന്ന് നോക്കി മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് മുഴുവൻ നോക്കി, ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ പ്രഭാതത്തിൽ തന്നെ പുറത്തലയാൻ വിടുന്നതോടുകൂടി ഏതൊരു കാര്യം സ്ഥിരമായിട്ട് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നോ നമ്മുടെ ശീലമായിട്ട് മാറും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മനസ്സിനെ അലയാൻ വിടുന്ന രീതിയിലുള്ള നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിനെ അലഞ്ഞു നടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ 63 ജന്മത്തിൻ്റെ കണക്കനുസരിച്ച് മനസ്സിന് അലയുന്ന ശീലമാണ്. ഡെയിലി പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉടനെ വാട്സപ്പ് നോക്കി ഒരുപാട് ആളുകളിലേക്ക് യാത്ര ചെയ്യാൻ മനസ്സിനെ വിടുകയാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധേനെ നമ്മൾ തിരിച്ചു വിടുകയാണ്. അതോടെ മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തി നഷ്ടപ്പെട്ടു പോകും. ഈവൻ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് മനസ്സ് ഏകാഗ്രമാക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും ആ സമയത്തും പറ്റാത്ത രീതിയിൽ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയി പോകും. ഇത്തരത്തിൽ നിയന്ത്രണമില്ലാത്ത മനസ്സിൻ്റെ യാത്ര. അതുകൊണ്ട് പ്രഭാത സമയം നല്ല കാര്യങ്ങൾ കേൾക്കാൻ, നല്ല കാര്യങ്ങൾ പഠിക്കാൻ, സെലക്റ്റീവ് ആയിരിക്കുന്ന എന്തെങ്കിലും പ്രോഗ്രാം കണ്ടോളൂ, പഠിച്ചോളൂ. ബാക്കി സോഷ്യൽ മീഡിയയിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു കാര്യം കൂടി, ഇനി ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യം, അലാം അടിക്കുമ്പോൾ അലാം കേൾക്കും, പലർക്കും ഉറക്കം മതിയായിട്ടുണ്ടാവില്ല. ഒന്ന് തട്ടി 5 മിനിറ്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും കിടക്കും. 10 മിനിറ്റ് ആവും, 15 മിനിറ്റ് ആവും. പിന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും വൈകിപ്പോയി, അയ്യോ വൈകിപ്പോയി എന്നുള്ള തോട്ട്. അതോടുകൂടി ഹറിബറി ആ കാര്യം ഈ കാര്യം ആകെ തിരക്ക് മയം. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ മനസ്സിനുള്ളിൽ ആകെ ഒരു വറി കറങ്ങി നടക്കും. അതുകൊണ്ട് സപ്പോസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ കുറച്ച് വൈകി എഴുന്നേറ്റ് പോയി എന്ന് തന്നെ വിചാരിച്ചോ, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ആ ഒരു സമയത്ത് 5 മിനിറ്റ് സമയം ഒന്ന് ശാന്തമായിരുന്ന് മനസ്സിനെ ശാന്തമാക്കിയ ശേഷം ആ നിമിഷം തൊട്ട് പ്ലാൻ ചെയ്ത് മനസ്സ് ശാന്തമായിട്ട് കൈകൊണ്ട് ചെയ്യാൻ നോക്കിയാൽ ഡബിൾ സ്പീഡിൽ കാര്യം നടക്കും. മനസ്സിൽ തിരക്ക് വന്നിട്ട് കൈകൊണ്ട് പണിയെടുക്കാൻ നോക്കിയാൽ എടുക്കുന്നത് മുഴുവൻ വീഴുക, അത് പ്രശ്നമാവുക, ഇത് പ്രശ്നമാവുക, നിങ്ങളുടെ മുഴുവൻ ദിവസത്തെ അത് മോശമാക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രഭാതം ആരംഭിക്കുന്നത് ഒരിക്കലും ബിസി ഷെഡ്യൂളിൽ ആരംഭിക്കരുത്. വൈകിയാലും എന്ത് തന്നെയാവട്ടെ, ബെഡ്മ നിന്നിട്ട് ഓടി കാര്യത്തിന് വേണ്ടി പോകരുത്. എഴുന്നേറ്റോടെ 5 മിനിറ്റ് സമയം ഒരു കാം ബിഗിനിങ് മനസ്സിനെ ശാന്താക്കി. ഓക്കെ, ഇന്ന് 5 മണിക്ക് എഴുന്നേൽക്കുന്നതിന് പകരം 6 മണിയായിപ്പോൾ, 1 മണിക്കൂർ ലേറ്റായി പോയി. ലെറ്റ് ഇറ്റ് ബി. ആദ്യത്തെ 5 മിനിറ്റ് സമയം ശാന്തമാക്കി മനസ്സിനെ പവർഫുള്ളാക്കി ഈശ്വരൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞ് എനർജി എടുത്ത ശേഷം ഇന്ന് ഇത്ര സമയം കൊണ്ട് ഇത്ര കാര്യം ചെയ്യണമെന്നൊന്ന് വിചാരിച്ച് തുടങ്ങിക്കോ. ആ സമയം നിങ്ങൾക്ക് ടൈമിനെ ഈ ഒരു സമയത്തിനുള്ളിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതല്ല എഴുന്നേറ്റ വശം വൈകി എന്നുള്ളൊരു മനസ്സോടുകൂടി ആരംഭിക്കുകയാണെങ്കിൽ മനസ്സിനുള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള എല്ലാ കാര്യത്തിനും വൈകലായിരിക്കും. വൈകി കഴിയുമ്പോൾ മനസ്സിനുള്ളുണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ടെൻഷൻ ശരീരത്തിൽ കൊടുക്കുന്നതായിട്ടുള്ള എനർജി പോസിറ്റീവായിട്ടല്ല കൊടുക്കുക, നെഗറ്റീവായിട്ടാണ്. അപ്പോൾ പലപ്പോഴും 8 വെച്ച സാധനം അളവ് കൂടിപ്പോവും, ഉണ്ടാക്കാൻ നോക്കുന്നത് ശരിയാവില്ല, കണ്ണിൽ മുന്നിലിരിക്കുന്ന സാധനമായിരിക്കും കാണാതിരിക്കും, തപ്പിക്കളിച്ച് നടക്കുകയായിരിക്കും, എന്തിനേറെ പറയണം മുഴുവൻ കോലാഹലങ്ങളായിരിക്കും. അതുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുന്നത് ശാന്തമായിട്ടായിരിക്കണം. ഒരിക്കലും വറിയായിട്ട് ഹറിയായിക്കൊണ്ട് ഒരു പ്രഭാതത്തെ ആരംഭിക്കരുത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യരുതാത്ത കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ തന്നെ നിങ്ങളുടെ നല്ലൊരു ദിവസം തുടങ്ങാൻ പറ്റും. നല്ല തുടക്കം തീർച്ചയായിട്ടും നല്ല അവസാനത്തിന് സഹായിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.